ഇന്ന് നടന്നിട്ടുള്ള സെയിൽസ്മാൻ അതുപോലെ തന്നെ അറ്റൻഡർ എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണ്. തുല്യമായ കോണളവുകൾ എത്ര? ഓപ്ഷൻ ഡി 45 ഡിഗ്രിയാണ് ആൻസർ വരിക. 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 9/64 ഓപ്ഷൻ ഡി. 3/3, 5/5, 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഓപ്ഷൻ എ 1. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ 9 ഇന്നിങ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? ഓപ്ഷൻ എ 116. 4x = 1024 ആയാൽ 4x-1 എത്ര? ഓപ്ഷൻ ബി 256. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വികർണത്തിൻ്റെ നീളം എത്ര? ഓപ്ഷൻ ബി 3√2. മോഡ് x-1 = മോഡ് x-3 ആയാൽ x എത്ര? ഓപ്ഷൻ സി 2. 2, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഇത് 7 ഓപ്ഷൻ ഡി എന്ന് പറയാം. അതൊരു പ്രൈം നമ്പർ സീരീസ് ആണെങ്കിൽ മിക്കവാറും ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി അതുമല്ല 8 എന്നൊരു ഓപ്ഷൻ കൂടി വരാം. 2 + 3 5, 5 + 3 8 ആ രീതിയിലും ഫിബോനാച്ചി സീരീസ് ആയിട്ട് പറയാം. പ്രോബബ്ലി 7 ആയിരിക്കും അത് ആൻസർ വരിക. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെൻറ്റിമീറ്ററുമായാൽ വശങ്ങളുടെ തുക എത്ര? ഒരു വശത്തിൻ്റെ തുക 20 കിട്ടും. വശങ്ങളുടെ തുക 40 ആയിരിക്കും. ചതുർഭുജം 1, ഷഡ്ഭുജം ഓപ്ഷൻ ബി 3, പഞ്ചഭുജം 108 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നവഭുജം ഓപ്ഷൻ ഡി 140. 2, 8, 32 ഡാഷ് നെക്സ്റ്റ് പദം 128. 1/3.2 = 0.3125 ആണ്. അങ്ങനെയാണെങ്കിൽ 1/0.32 എത്രയായിരിക്കും? ഓപ്ഷൻ സി 31.25. 25 1/2 ഹോൾ സ്ക്വയർ എന്താണ്? ഓപ്ഷൻ എ 625 1/4. 1/8 + 1/16 ദശാംശ രൂപം എത്ര? ഓപ്ഷൻ സി 0.1875. x-2 ഒരു ബഹുഭാഗത്തിൻ്റെ ഘടകമാണെങ്കിൽ p(2) എത്ര? ഓപ്ഷൻ ബി 0. 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്ര? ഓപ്ഷൻ എ 29. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? 5/6 ഓപ്ഷൻ സി ആണ് വരിക. 125 വർഗമാണ് 5/6. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു പാറ്റേണിൻ്റെ നെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് വരിക. അതുപോലെ തന്നെ 94ാമത്തെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൻ്റെ നെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അത് ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ഉണ്ടായിരുന്നത്.